ഹലോ ഒരുപടി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇല്ലുമിനാറ്റിയെ കുറിച്ചാണ്. ഇല്ലുമിനാറ്റി എന്ന് ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് സാത്താൻ്റെ ഒരു സംഘടന എന്നുള്ളൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ രൂപപ്പെട്ടു വന്നിരുന്ന ഒരു സംഘമാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. അവർ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും നീചത്വങ്ങൾക്കെതിരെയും പോരാടിന ഒരു സംഘടനയായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സംഘടനയായിരുന്നു ഹിസ്റ്ററിയിൽ ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബവേറിയൻ ഇല്ലുമിനാറ്റി എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള ആ ഒരു വാക്കെന്ന് പറയുന്നത്. ഇല്ലുമിനാറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എൻലൈറ്റഡ് എന്നാണ്, അതായത് പ്രകാശിതരായവർ. അതായത് പണ്ട് നമ്മൾ ചരിത്രത്താളുകളുടെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ മറ്റനേകം നീചത്വങ്ങളും കൊടികൊണ്ട് വാണിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. മതവിശ്വാസങ്ങളുടെ അധിനിവേശവും അതുപോലെ തന്നെ മറ്റനേകം പ്രശ്നങ്ങളും ഉൾക്കൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു ബവേറിയൻ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് പല വൃത്തികെട്ട പരിപാടികൾക്കെതിരെയും ഫൈറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് പണ്ട് കാലത്ത് മതം ഭയങ്കരമായിട്ട് മനുഷ്യൻ്റെ മനസ്സിൽ അതാണ് ഏറ്റവും 100% ട്രൂത്ത് എന്ന് ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന എല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊക്കെ തന്നെ, പക്ഷേ അന്ന് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അന്നേരം അതിനെതിരെ മനുഷ്യരെ അതിൽ നിന്ന് മാറി ചിന്തിപ്പിക്കാനും അതുപോലെ തന്നെ ലോജിക്കിൻ്റെ ഒക്കെ ബേസിക്കിലും, ഇപ്പം ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയുന്നു അല്ലേ, അങ്ങനെയാണ് നമ്മുടെ ഒരു സയൻറ്റിസ്റ്റിനെ കല്ലെറിയ തൂക്കിക്കൊല്ലുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു. ഒരാൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അല്ല ബൈബിളിൽ പരന്നതാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞ് ബ്ലാസ്ഫെമി ആണെന്ന് പറഞ്ഞു. അതായത് ബ്ലാസ്ഫെമിക്ക് എന്തായിരുന്നു മലയാളം? മതനിന്ദ. അത് തന്നെ, അതാണ് ആ ഒരർത്ഥമാണ് മെയിൻലി വരുന്നത്. സോ അങ്ങനെയെന്ന് പറയാൻ തൂക്കിക്കൊല്ലുക, ജയിലിലിടുക അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ അന്നേരം ഈ ഒരു ബവേറിയൻ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സംഘടന ചെയ്തിരുന്നത്, അതിൽ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതായത് ഒരു സമൂഹത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഇൻവെൻറ്റേഴ്സ് അവരെല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ചൊരു സീക്രട്ട് സൊസൈറ്റി ആയിരുന്നു ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്, ബവേറിയൻ ഇല്ലുമിനാറ്റി. ശരിക്കും അത് തുടങ്ങിയത് ഇപ്പോഴത്തെ ജർമ്മനിയുടെ ഒരു പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ സ്റ്റാർട്ടായത് ഇവരുടെ ഈ ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ ഭയങ്കര വലിയൊരു പങ്ക് ഈ ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എല്ലാം കുറച്ചും കൂടെ പവർഫുള്ളായ ആളുകളായിരുന്നു. അവർ അതിനകത്ത് സയൻറ്റിസ്റ്റുകളുണ്ട്, അതിനകത്ത് കിങ്സ് ഉണ്ട്, അതിനകത്ത് കുറേ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗനൈസേഷന് വളരെയധികം പവർ ഉണ്ടെന്ന് ആണ് വിശ്വസിച്ച് പോകുന്നത്. അതായത് പൊളിറ്റിക്കൽ ആയിട്ടും അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടും അങ്ങനെ എല്ലാത്തിലും ഒരു പവർ ഈ ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പലതിനെയും ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു.